കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ഡിവൈഎസ്പി ജോസി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് കേസ് അന്വേഷിക്കുക. രവി പൂജാരിയെ പ്രതി ചേർത്ത ശേഷമാണ് കേസ് ഫയലുകൾ പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. തൃക്കാക്കര ACP ഷംസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷിച്ചിരുന്ന കേസാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. അധോലോക കുറ്റവാളി രവി പൂജാരിയെ പ്രതി ചേർത്ത ശേഷമാണ് കേസ് ഫയലുകൾ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ പിടിയിലായ രവി പൂജാരിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള നടപടികളുമായാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ടു പോകുന്നത്. രവി പൂജാരിയെ കസ്റ്റഡിയിൽ വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇന്റർപോളിന് കത്തയച്ചിരുന്നു. രവി പൂജാരിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്ന പക്ഷം ചോദ്യം ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച്. നേരത്തെ അന്വേഷണ സംഘം ബ്യൂട്ടി പാർലർ ഉടമയും നടിയുമായ ലീന മരിയ പോളിനെ 2 പ്രാവശ്യം കൊച്ചിയിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. രവി പൂജാരി തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് ലീന മരിയ പോൾ മൊഴി നൽകിയത്. ന്യൂസ് 18 കൊച്ചി. ശബ്ദങ്ങളുടെ ലോകത്തേക്ക് വീണ്ടും നിയമോൾ. കേൾവി സഹായി നഷ്ടമായ നിയമോൾക്ക് സഹായവുമായി സാമൂഹ്യ സുരക്ഷാ മിഷൻ രംഗത്തെത്തി. മന്ത്രി KK ശൈലജ നിയശ്രീയ്ക്ക് പുതിയ കേൾവി സഹായ ഉപകരണം നൽകി. വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. മനു, കേൾവി സഹായി നഷ്ടമായ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണോ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? ദിവ്യ, ഈ കുട്ടിയുടെ നിയമോളുടെ ശ്രവണ സഹായി നഷ്ടമായ വിഷയം വാർത്ത പുറത്തു വന്നുകൂടി വലിയ തോതിൽ അത് നവമാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. നിരവധി ആളുകൾ ഈ കുട്ടിയെ സഹായിക്കണമെന്ന ആവശ്യം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഉയർത്തുന്നതിന്റെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്തരത്തിൽ ഈ മോഷ്ടാവ് തിരിച്ചു നൽകണം എന്ന ആവശ്യം ആളുകൾ അവർക്കറിയാവുന്ന മാധ്യമങ്ങളിലെല്ലാം തന്നെ പങ്കുവച്ചു. ഏതായാലും മോഷ്ടാവിനൊന്നും കാത്തു നിൽക്കാതെ, അത് തിരിച്ചു നൽകാൻ കാത്തു നിൽക്കാതെ സാമൂഹ്യ നീതി വകുപ്പ് തന്നെ സഹായഹസ്തവുമായി നിയമോൾക്ക് പുതിയ ശ്രവണ സഹായം നൽകാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. മന്ത്രി KK ശൈലജ കുഞ്ഞിന്റെ വീട്ടിൽ നേരിട്ടെത്തി ഇപ്പോൾ ഒരു ശ്രവണ സഹായി ഘടിപ്പിച്ചിട്ടുണ്ട്. പുതിയ ഒരു ശ്രവണ സഹായി വരും. അതുവരെ തൽക്കാലം ഇത് ഉപയോഗിക്കാം. ആ പുതിയ ശ്രവണ സഹായി വരുന്നതോടുകൂടി അതും ഈ കുട്ടിക്ക് ഉപയോഗിക്കാൻ കഴിയും. ഏതായാലും നിശബ്ദത ചുറ്റും കൂടിയിരുന്ന നിശബ്ദത മാറിയിരിക്കുന്നു. അവൾ വിളികൾക്ക് കാതോർക്കുന്നു. ഇപ്പോൾ ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ സന്തോഷവതിയായി ഉള്ളിച്ചാടി തനിക്ക് കേൾക്കാൻ കഴിയുന്ന എന്ന ആ സന്തോഷം എല്ലാവരുമായി പങ്കുവെച്ച് ആ കുട്ടി നടക്കുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾക്കാണ് ഒരുപക്ഷെ നമ്മുടെ ക്യാമറ പോലും സാക്ഷ്യം വഹിച്ചത്. ഈ ശ്രവണ സഹായി ഈ കുഞ്ഞിന് നഷ്ടമായാൽ ഒരുപക്ഷെ ഈ കുഞ്ഞിന് സംസാരിക്കാൻ പോലും ഭാവിയിൽ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഏതായാലും അത്തരം ആശങ്കകളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ഒരു മനസ്സിലൊരു നന്മ പൂത്ത ഒരു വസന്തകാലത്തിന് കൂടിയാണ് ഈ നാട് സാക്ഷിയായിരിക്കുന്നത്. ശരി, കണ്ണൂരിൽ നിന്ന് മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഇടഞ്ഞ ആന ഒരാളെ ചവിട്ടിക്കൊന്നു. 3 പേർക്ക് പരിക്കേറ്റു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കണ്ണൂർ സ്വദേശിയാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, എപ്പോഴായിരുന്നു സംഭവം? എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? ദിവ്യ, ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ഗുരുവായൂർ കോട്ടപ്പടി ചെമ്പോലക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ പൂരം എഴുന്നള്ളിപ്പിനിടെയാണ് ആന ഇടഞ്ഞത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ഇടഞ്ഞത്. ഈ ആന ഇടഞ്ഞ സമയത്ത് ഒരാളെ ചവിട്ടിക്കൊള്ളുകയായിരുന്നു. നാരായണൻ എന്നു പേരുള്ള 66 വയസ്സുള്ള ബാബു എന്ന് വിളിക്കുന്ന കണ്ണൂർ സ്വദേശിയാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പരിക്കേറ്റത്തിൽ 2 സ്ത്രീകളും ഉണ്ട്. ആന എഴുന്നള്ളിപ്പിനിടെ ചോമ്പോലക്കുളം ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പിനിടെ കുട്ടികൾ, ആനയ്ക്ക് പുറകിൽ നിന്ന് കുട്ടികൾ പടക്കം പൊട്ടിച്ചതാണ് ആന ഇടയാൻ കാരണമായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആന അന്ധനായ ഒരു ആനയാണ്. ഒപ്പം തന്നെ ഈ സൗഹൃദ പൂര കമ്മിറ്റിയിലുള്ള ഷൈജു എന്ന വ്യക്തിയുടെ വീടിന് മുൻവശത്തേക്ക് ആനയെ എഴുന്നള്ളിച്ച് നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്താണ് പടക്കം പൊട്ടിച്ചത്. അതിനിടയിലാണ് ഈ ആന വിരണ്ടോടുകയും ആളുകൾക്ക് അപകടമുണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഒരാൾ ഇപ്പോൾ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 8ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ശരി, ഗുരുവായൂർ കോട്ടപ്പടിയിലാണ് ഇടഞ്ഞ ആന ഒരാളെ ചവിട്ടിക്കൊന്നത്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വിശദാംശങ്ങളാണ് സുവി വിശ്വനാഥൻ നൽകിയത്.